എടോ ഈ ഒരു പഴം നിറച്ച് നോക്കിക്കേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പഴം നിറച്ചിക്കോ? ഇല്ലെങ്കിൽ എന്തായാലും ഇതേപോലെ ഒരു പ്രാവശ്യം പഴം നിറച്ച് വെക്കണം. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല പഴുത്ത പഴവും തേങ്ങൻ്റെ ഫില്ലിങ്സൊക്കെ വെച്ചിട്ടുള്ള അപ്പം എങ്ങനെയാണെന്നല്ലേ. ആദ്യം തന്നെ ഞാൻ മൈദമാവാണ് കുഴച്ച് വെക്കുന്നത്. മൈദയിലേക്ക് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി പഴത്തിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് പിന്നെ തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ടയും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തെടുത്ത് ഒന്നും കൂടെ നല്ലോണം വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നല്ല പഴുത്ത പഴമാണ് എടുക്കാൻ. എന്നിട്ട് പഴത്തിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കാം. പഴത്തിൻ്റെ തൊലിയോടെ കൂടെ നമ്മൾ ഇതിലേക്ക് ഫില്ലിങ്സ് നിറച്ചെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പഴം നല്ല പഴുത്ത പഴമാണെങ്കിൽ ഫില്ലിങ്സ് നിറയ്ക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ തോല് കൂടെ ഉണ്ടെങ്കിൽ ആ പൊട്ടിപ്പോലെ നമുക്ക് ഒഴിവായിട്ട് നല്ല വൃത്തിക്ക് നിറച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നിറച്ച് വെച്ച പഴത്തിൻ്റെ തൊലി കളഞ്ഞ് നമ്മൾ നേരത്തെ കൊഴിച്ച് വെച്ച പൊടി പരുത്തിയെടുക്കുക. അത് നമ്മൾ ഓരോ പഴത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ പരുത്തിയെടുത്താൽ മതി. എന്നിട്ട് പഴം അതിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കുക. ആവശ്യത്തിൽ കൂടുതൽ വന്ന പൊടിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പഴത്തിൻ്റെ അതേ ഷേപ്പിലാക്കിയെടുക്കണം. ഇനി ഇത് നമ്മൾ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് പൊരിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പഴം നിറച്ച് റെഡി ആയിട്ടോ. ഇതേപോലെ ചെയ്യാത്ത ആൾക്കാർ എന്തായാലും ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഓക്കെ, ബായ്.